നമ്മൾക്കൊപ്പം ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് ഡോക്ടർ ജയചന്ദ്രൻ അതിഥിയായി ചേരുന്നുണ്ട്. ഡോക്ടർ ജയചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ അടക്കം കുറേ കാര്യങ്ങൾ ഞങ്ങളെ അറിയിച്ചത്, മാധ്യമങ്ങളെ അറിയിച്ചത് താങ്കളാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നറിയുന്നു. ഇന്ന് ഇപ്പോൾ താങ്കൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ ജയചന്ദ്രൻ? ഇപ്പോ ഞാൻ ഹോസ്പിറ്റലുമായിട്ട് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് DNA അനാലിസിസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിക്ടിമായിരിക്കുന്ന ആൾക്കാരുടെ DNA സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ 3 പേഷ്യൻസ് ഉണ്ട്. ഒന്ന് മിസ്റ്റർ സുനിൽ മേത്ത, വർഷ മേത്ത, മേഘ മേത്ത. ഇവരെ എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അഹമ്മദാബാദിൽ വന്ന UK മടങ്ങിയിരിക്കുകയായിരുന്നു. അവര് ഈ അപകടപ്പെട്ടു. അപ്പൊ അവരുടെ മകളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മകളുടെ DNA സാമ്പിൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൺഫേം ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് എപ്പോൾ വരും എന്നുള്ളതിന്റെ ഒരു ആകാംക്ഷയിൽ, ഒരു വിഷമത്തിലാണ്. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ പരിചയത്തിലുള്ള കുറച്ച് വിദ്യാർത്ഥികൾ, മെഡിക്കൽ സ്റ്റുഡൻസിന് കാര്യമായിട്ട് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അവര് സിവിൽ ഹോസ്പിറ്റലിലെ ചികിത്സയിലാണ്. മാത്രമല്ല ഗ്രാമവാസികൾ, അതായത് മേഘാനി നഗറിലെ ആ ഭാഗത്തുണ്ടായിരുന്ന ഹോസ്റ്റലിനോടനുബന്ധിച്ച് BJ മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്തിരിക്കുന്ന കുറച്ച് നാട്ടുകാർക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അവരും ചിലർ ക്രിട്ടിക്കലി ഇല്ലാണ്, ചിലരുടെ ഇഞ്ചുറി അത്രയും പ്രശ്നമില്ല. എന്നാലും ഇപ്പോൾ വളരെ കാര്യക്ഷമമായിട്ടുള്ള വാച്ച് ആൻഡ് വാർഡായിട്ട് നിൽക്കുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങളും പിന്നെ കേൾക്കാൻ കഴിയുന്നത് അദ്ദേഹം രൂപാണിജിയുടെ, വിജയ്ഭായ് രൂപാണിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനമുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ എയർ ഇന്ത്യയുടെ CEO ആ സ്ഥലം സന്ദർശിച്ചു പോയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുണ്ട്, വ്യോമയാന മന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. ഗുജറാത്തിന്റെ എല്ലാവിധ സംവിധാനങ്ങളും, കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഡോക്ടർ ജയചന്ദ്രൻ, ഇപ്പോൾ ഇന്നലെ തൊട്ട് തന്നെ ഈ ഒരു DNA പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ധാരാളം മൃതദേഹങ്ങളും അവിടെ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിൽ കൂടുതൽ സമയം എടുക്കുമോ? സാധ്യതയുണ്ട്. കാരണം ഈ DNA ടെസ്റ്റ് ചെയ്ത് അതിന്റെ അനാലിസിസ് റിസൾട്ട് വന്ന ഈ ബോഡി ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് ഇപ്പൊ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു 3 ദിവസമെങ്കിലും എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പൊ നമുക്ക് വിവരം ലഭിക്കുന്നത്. കാരണം ഒരു 30-40 ബോഡിയോട് കൂടിയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. കുറച്ച് മുമ്പാണ് പൈലറ്റിന്റെയും സഹ പൈലറ്റിന്റെയും ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അതില് ഈ പലതും കത്തിക്കരിഞ്ഞ നിലയിലാണ്. മാത്രമല്ല പല മൃതദേഹങ്ങളും അവിടെ കണ്ടവർ പറഞ്ഞിരിക്കുന്നത് ഈ സീറ്റ് ബെൽറ്റ് ധരിച്ച രീതിയിലാണ് പല ബോഡീസ് അവിടെ കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഈ DNA പരിശോധനയുടെ ഫലം വന്ന മാത്രമല്ലല്ലോ, 1-2 ആൾക്കാരല്ലല്ലോ, 242-43 ആൾക്കാരോളം ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഈ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നതിന് കുറച്ച് സാവകാശം ഉണ്ടാകും. അപ്പോൾ എനിക്കറിയാൻ കഴിയുന്നത് ഒരു 3 ദിവസമെങ്കിലും സമയമെടുക്കുമെന്നാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഡോക്ടർ ജയചന്ദ്രൻ, താങ്കൾ അവിടെയുള്ള വ്യക്തിയായതിനെ കൊണ്ടും ആ സ്ഥലം അറിയുന്നതിനെ കൊണ്ടും ചോദിക്കുകയാണ്. ഇപ്പം ഈ വിമാനം വീണത് ജനവാസ മേഖലയിലാണ്. നമുക്ക് ആ മെഡിക്കൽ കോളേജിന്റെ ആ ഹോസ്റ്റലും മെസ്സും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ഏരിയ, ഈ സ്ഥലത്ത് എന്തൊക്കെയാണുള്ളത്? ഈ വിമാനത്താവളത്തിനടുത്തുള്ള കാര്യങ്ങൾ, കെട്ടിടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? അറിയാൻ വേണ്ടിയാണ്. ഇപ്പോ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്, ഫ്ലൈറ്റ് വന്ന് ക്രാഷ് ലാൻഡ് ചെയ്തിരിക്കുന്നത് അവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഒരു മെസ് ഹാളിലും ഹോസ്റ്റലിലുമാണ്, മെയിൽ ഹോസ്റ്റലിലുമാണ്. ഈ മേഘാനി നഗർ എന്ന് പറയുന്നത് ഒരു വലിയ എൻസർക്കിൾഡ് ആയിട്ടുള്ള, വളരെ വ്യാപിച്ചു കിടക്കുന്ന ഡിഫറെന്റ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഈ ഫ്ലൈറ്റ് വന്ന് അമരുകയും ഉടനെ തന്നെ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് അതിന്റെ വിവിധ ഭാഗങ്ങള് ചുറ്റുപാടുകളിലേക്കൊക്കെ തെറിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഒരു 500 മീറ്റർ അകലെ വരെ ഇതിന്റെ വ്യാപ്തി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഫ്ലൈറ്റ് വന്ന് അമർന്നിരിക്കുന്നത് ഈ മെഡിക്കൽ കോളേജ് കോംപ്ലക്സിലാണ്. ആ കോംപ്ലക്സിന്റെ വിതിൻ സർക്കിളിലുള്ളവർക്കാണ് കൂടുതൽ നാശനഷ്ടത്തിന് സാധ്യതയുള്ളത്. പുറത്തുള്ളവർക്ക് ചെറിയ കേടുപാടുകളും കെട്ടിടങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നല്ലാതെ ഈ മേഘാനി നഗറിന്റെ ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്ത് വലിയ ഹ്യൂമൻ ലോസ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ.
ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പൊ താങ്കൾക്ക് ആശുപത്രിയിൽ സുഹൃത്തുക്കളുണ്ട് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം ഒരു ലോൺ സർവൈവർ ഉണ്ട് നമ്മുടെ മുന്നിൽ, അത്ഭുതകരമായി രക്ഷപ്പെട്ട രമേഷ് കുമാർ വിശ്വാസ്. അദ്ദേഹത്തെ പരിക്കുകൾ ഉണ്ട്, പക്ഷേ എന്നാലും വലിയ സാരമായ പരിക്കുകളല്ല, പൊള്ളലില്ല എന്ന് അറിയാൻ കഴിയുന്നു. ആ ദൃശ്യങ്ങളും നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹവും ഈ സിവിൽ ആശുപത്രിയിലല്ലേ ഉള്ളത് ഡോക്ടർ? അതെ അതെ അതെ, അദ്ദേഹം അവിടെയാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ടുള്ള പ്രവേശനത്തിനൊക്കെ വളരെ പരിമിതിയുണ്ട്. ഇപ്പൊ ഞാൻ ബന്ധപ്പെടുന്ന പല വിദ്യാർത്ഥികളും ഡോക്ടേഴ്സും അവർക്കൊക്കെ ഒരു പ്രത്യേക ഏരിയയിലാണ് അവർക്ക് ജോലിയുടെ ഉത്തരവാദിത്തം കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഇൻഫെക്ഷ്യസ് ഏരിയ ആയതുകൊണ്ട്, ഇൻഫെക്ഷനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് എല്ലാവർക്കും ആ ഭാഗത്തേക്കുള്ള ഒരു ആക്സസിബിലിറ്റി അങ്ങനെ നൽകുന്നില്ല. വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് അവിടെ ഉള്ളത്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഒക്കെ പ്രതികരണം നമ്മൾ കേട്ടു. കാരണം മറ്റൊരു സഹോദരൻ ഈ വിമാനത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അതല്ലാതെ ഒരു സഹോദരന്റെ പ്രതികരണം കേട്ടിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും എങ്ങനെ രക്ഷപ്പെട്ടു, അതായത് എമർജൻസി എക്സിറ്റിലൂടെ ചാടിയെന്ന് പറയുന്ന 32 സെക്കൻഡിൽ അങ്ങനെ ഒരു റിഫ്ലക്സ് ആക്ഷൻ വന്നതാണോ, തെറിച്ചു വീണതാണോ, അതൊക്കെ അറിയാൻ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും വിവരം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഡോക്ടർ. അദ്ദേഹം ഒരു ഇഞ്ചുവേർഡ് ആയതുകൊണ്ട് ഇഞ്ചുവേർഡ് കണ്ടീഷനിൽ നിന്ന് നൽകുന്ന ചില ഇൻഫർമേഷൻസ് മാത്രമാണ് എനിക്ക് എൻ്റെ സുഹൃത്ത് സർക്കിളുകളിൽ നിന്ന് കിട്ടുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ എമർജൻസി ആ വിൻഡോയുടെ തൊട്ട് പിന്നിലായിട്ടാണ് ഇരുന്നിരുന്നത്. എമർജൻസി വിൻഡോ കഴിഞ്ഞ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ള സീറ്റിലാണ്. എനിക്ക് തോന്നുന്നു 11A എന്ന് പറയുന്ന സീറ്റിലും 11Bയിലായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരൻ. അപ്പോ ടേക്ക് ഓഫ് ചെയ്ത നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇത് സംഭവിച്ചു. അദ്ദേഹം ഈ പറയുന്ന എമർജൻസി വിൻഡോ തകർക്കപ്പെട്ട അതിൽ നിന്ന് ഒരു വലിച്ചെറിയുന്നത് പോലെ, അല്ലെങ്കിൽ ആരോ തന്നെ അതിൽ നിന്ന് വലിച്ചെറിയുന്നത് പോലെ ദൂരം പോയിട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ആ വീണതിൻ്റെതായിട്ടുള്ള പരിക്കുകളാണ് കൂടുതലുള്ളത്. തീയുടെ ഈ ബേൺ ചെറിയ ഇഞ്ചുറീസ് മാത്രമേ ഉള്ളൂ, വലിയ ഇഞ്ചുറീസ് ഒന്നുമില്ല. കാരണം വളരെ ദൂരം അദ്ദേഹം പോയിട്ട് വീണിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പറയുന്നത് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ചുറ്റുപാടും ഇങ്ങനെ ചിന്നിച്ചെതറിയും എന്താ പറയുക ഡിസോർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഡെഡ് ബോഡീസ് ആണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവം ടേക്ക് ഓഫ് ചെയ്യുന്നു, നിമിഷ നേരങ്ങളെ കൊണ്ട് ഒരു വലിയ അഗ്നിഗോളം പോലെ മാറുന്നു. ഈ എമർജൻസി വിൻഡോയുടെ ഉള്ളിൽ കൂടെ താൻ പുറത്ത് തള്ളപ്പെടുന്നു. ഭയത്തോടുകൂടി അങ്കലാപ്പോടുകൂടിയും എനിക്ക് നോക്കുന്ന സമയത്ത് കാണപ്പെടുന്നത് മുഴുവനും ഡെഡ് ബോഡീസ് ആണ്. അപ്പൊ അദ്ദേഹം ഒരു ഷോക്കിലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ഇന്ററോഗേഷൻ അത്ര പെട്ടെന്ന് നടക്കാൻ സാധ്യത കുറവായിരിക്കും. അദ്ദേഹത്തിന്റെ ഹെൽത്തും കാര്യങ്ങളും കുറച്ചുകൂടി മാനസിക നിലയൊക്കെ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് തോന്നുന്നത്. പകലിന് ശേഷം ഡോക്ടർ അദ്ദേഹം നടന്ന് ആശുപത്രി കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ നടന്ന ആ ആംബുലൻസിലേക്ക് കയറുന്ന ആ വിഷ്വൽ കണ്ടപ്പോൾ, ആ ദൃശ്യം കണ്ടപ്പം മനസ്സിനൊരു സന്തോഷമാണ്. ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നൊരു തോന്നലായിരുന്നു. പരിക്കുകൾ സീരിയസ് ആണോ, ഇഞ്ചുറി സീരിയസ് ആണോ ഡോക്ടർ അദ്ദേഹത്തിന്റെ? പരിക്കുകളുണ്ട്. ചെറിയ ബ്രൂയിസ് എന്ന് പറയും, ചെറിയ അബരേഷൻസ് ഒക്കെയാണ്. ചതവുകളും മുറിവുകളും, മുഖത്ത് ചെറിയ പൊള്ളലിന്റെ ചില പാടുകളുണ്ട്. അദ്ദേഹം പോകുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ചിലർ ചോദ്യവും അടുത്ത് ചെന്ന് എന്തോ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇറിറ്റേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് വേദനയോടുകൂടി നടന്നു പോവുകയാണ്. ഒരു മഹാ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ പ്രവചനാതീതമായിരിക്കുന്ന ഈ അപകടത്തില് ഈ മനുഷ്യൻ പുറത്തേക്ക് തെറിച്ചു പോവുകയും ഒരു തരത്തിലുള്ള മാരകമായിട്ടുള്ള ഒരു ഇഞ്ചുറി ഉണ്ടാകാതെ ഈ മനുഷ്യൻ പുറത്തേക്ക് വന്നത് അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. എനിക്ക് തോന്നുന്നു ഈ പ്ലെയിൻ ക്രാഷിന്റെ ഒരു മഹാസംഭവം അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെയൊക്കെ ചിന്തകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു പാനിക് സ്റ്റേജ് ഉണ്ട്. അദ്ദേഹം സഹോദരൻ നഷ്ടപ്പെട്ടു, ഈ ഡെഡ് ബോഡീസ് ഒക്കെ ചുറ്റും കിടക്കുന്നത് കാണുന്നു, പിന്നെ സ്വന്തം ശരീരത്തിൽ അനുഭവപ്പെട്ടിരിക്കുന്ന ഇഞ്ചുറീസ്, ഇതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മുക്തമായി മാനസിക നില കുറച്ച് കരുത്തമായിട്ട് വരുമ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുമെന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. ഡോക്ടർ, അതേപോലെ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഒരു വിമാനം വന്ന് ഇടിച്ചു കയറിയത് ഒരു മെസ്സിലേക്കാണ്. അപ്പോൾ അവിടെ ആ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് ആ കെട്ടിടമൊക്കെ തകർന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ ഒക്കെ എവിടേക്കാണ് മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് അറിയാമോ ഡോക്ടർ? അവരെയൊക്കെ അനുബന്ധം ഇതിപ്പോ ഈ BJ മെഡിക്കൽ കോളേജ് വലിയൊരു ക്യാമ്പസാണ്. അപ്പോൾ അവിടെ അതിൽ ഏതൊക്കെ പ്രദേശത്താണ് അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള വിദ്യാർത്ഥികളെ മുഴുവനും ഉചിതമായിരിക്കുന്ന ഏരിയകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇത് വന്ന് വീണിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഒരു 6 വിദ്യാർത്ഥികളുടെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുറിവേറ്റപ്പെട്ട അല്ലെങ്കിൽ പരിക്ക് പറ്റിയ കുട്ടികളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ മിക്കവരും അത്ര മാരകമായിട്ടുള്ള ഇഞ്ചുറീസ് അല്ല. 1-2 പേർക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നല്ലാതെ മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ചെറിയ ചെറിയ ഇഞ്ചുറീസ് ആണ്. അവരിവിടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. അവർ വളരെയധികം സൂക്ഷിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവമാണ് ആശുപത്രി വിഭാഗം കൈകാര്യം ചെയ്തത്. ഡോക്ടർ, അതേപോലെ ഈ ഒരു ഷോക്ക് വളരെ വലുതാണ്. നമ്മൾ നേരത്തെയും പല പ്രതികരണങ്ങൾ കാണുമ്പോഴും ആളുകൾക്കൊക്കെ അവർ പറഞ്ഞത് ഭൂമി കുലുങ്ങുന്ന പോലെ ഒരു വലിയ മിസൈൽ വന്ന് പതിച്ചതുപോലെയൊക്കെ വലിയ ശബ്ദമാണ് കേട്ടത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റുഡൻസ് ആണ്, അവർ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു പ്ലെയിൻ വന്ന് ഇടിച്ചു കയറുന്നത്. അപ്പോൾ ഒരു ആഘാതം, ആ ഒരു ഷോക്കിൽ നിന്നും പലരും ഇപ്പോഴും മുക്തരായിട്ടുണ്ടാകില്ല അല്ലേ ഡോക്ടർ? സുഹൃത്തുക്കളെ തൊട്ടടുത്ത് താമസിക്കുന്നവർ, കാരണം ഈ എന്റെ തന്നെ പരിചയത്തിലുള്ള മെഡിക്കൽ കൗൺസിലിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഒരു 500-600 മീറ്റർ അകലെ താമസിക്കുന്നവരുണ്ട്. അവര് പലരും പറഞ്ഞത് ഒരു ബോംബോ മിസൈലോ വന്ന് വീണതുപോലെയാണ് അവർക്ക് തോന്നിയത്. അവരുടെ ജീവിതത്തിലൊന്നും ഇങ്ങനെ ഒരു ഭീകരവും ഭയാനകവുമായിട്ടുള്ള ശബ്ദം കേട്ടിട്ടില്ല. അത് ഒരൊറ്റ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. പിന്നെ ഒരു വലിയൊരു തീകോളം പോലെ കണ്ടു. എല്ലാവരും പേടിച്ച്, കാരണം ഗുജറാത്തിനൊക്കെ ഒരു പ്രശ്നമുള്ളത് ഈ ഭൂകമ്പങ്ങൾ, അതുപോലെ തന്നെയുള്ള ഈ നാച്ചുറൽ കലാമിറ്റി ഒക്കെ വരുന്നത് കൊണ്ട് ചിലരത് ഭൂകമ്പമാണോ, ഭൂകമ്പത്തിന്റെ എന്തെങ്കിലും പ്രകമ്പനോ അല്ലെങ്കിൽ അനുബന്ധിച്ചുണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന് വിചാരിച്ചിട്ട് പലരും താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ്, കുറച്ച് സമയത്തിനുള്ളിലാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇതൊരു വിമാന അപകടമാണ് എന്നുള്ളത്. അപ്പൊ അവരൊക്കെ അതിന്റെ ഉള്ളിലോട്ട് രക്ഷാപ്രവർത്തനത്തിനൊക്കെ ആയിട്ട് അതിന്റെ പല സുഹൃത്തുക്കൾ ഓടിച്ചെന്നു. പക്ഷെ എന്താണ്, ഈ ഏതൊരു സ്ഥലത്താണ് ഈ വിമാനം വന്ന് ക്രാഷ് ലാൻഡ് ചെയ്തത്, അതിനോടനുബന്ധിച്ചിട്ടുള്ള ചില കെട്ടിടങ്ങളുണ്ട്. അവിടേക്കൊക്കെ ഈ തീ വളരെയധികം പടർന്നിട്ടുണ്ടായിരുന്നു. ഒരു വലിയ തീകോളം പോലെയല്ലേ വരുന്നത്. അപ്പൊ ഈ കെട്ടിടങ്ങൾക്കൊക്കെ ഒന്നും വലിയ ഡിസ്റ്റൻസ് ഇല്ല, അടുത്തടുത്താണ് ഈ കെട്ടിടങ്ങൾ. അത് അവിടെ മുഴുവനും തീ പടരുകയും, അപ്പൊ തീയും പുകയും വന്നതോടുകൂടി ഇവർക്ക് അതിന്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഏകദേശം ഒരു 30-40 മിനിറ്റ് എടുത്തു എന്നാ പറയുന്നത് ഇതിന്റെ ഉള്ളിലോട്ട് ആൾക്കാർക്ക് കയറി അവിടെയുള്ള ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിന്. അതിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഈ ഫയർ സേഫ്റ്റി വിഭാഗം വന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോ ഈ വെള്ളം ഈ തീ പിടിച്ചിരിക്കുന്ന കെട്ടിടങ്ങളുടെ മുകളിൽ വീണ് താഴത്തോട്ട് വീഴുന്ന വെള്ളത്തിന് ഗുജറാത്തില് വളരെ 40, 42, 43 ടെമ്പറേച്ചറുള്ള സമയത്തുള്ള ടാങ്കിലൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ വലിയ ചൂടാണ്. തിളപ്പിച്ച വെള്ളത്തിന്റെ രീതിയായിരുന്നു ആ സ്പ്രേക്ക് ഉപയോഗിച്ചിരിക്കുന്ന വെള്ളം ആ പ്രദേശത്ത് തട്ടി താഴത്തോട്ട് വീണ് ശരീരത്തിൽ വീണപ്പോൾ അനുഭവപ്പെട്ടതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ ജയചന്ദ്രൻ. സംസാരിച്ചതിന്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി.